ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് എന്ന് പറഞ്ഞാണ് യാക്കോബിൻ്റെ ലേഖനം തുടങ്ങുന്നത്. വിവിധ പരീക്ഷകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും യാക്കോബിന് കടന്നു പോകേണ്ടി വന്നു. ഈ പരീക്ഷകളും കഷ്ടങ്ങളും സന്തോഷത്തോടെ യാക്കോബ് സഹിച്ചു. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യാക്കോബ് തൻ്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകുകയാണോ എങ്കിൽ പ്രാർത്ഥിക്കുകയും. പ്രാർത്ഥനയിലൂടെ കഷ്ടം സന്തോഷമായി മാറുമ്പോൾ അവൻ പാട്ടുപാടും, ജീവകിരീടം പ്രാപിക്കുകയും ചെയ്യും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് 1-ാം അധ്യായം 12-ാമത്തെ വചനം. യാക്കോബ് കഷ്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഷ്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രങ്ങൾ പാടി. തൻ്റെ പ്രവൃത്തിയാൽ വിശ്വാസത്തെ തെളിയിച്ചു. തൻ്റെ തലയെ വാളുകൊണ്ട് വെട്ടിയെടുത്തപ്പോഴും യേശുവിനായി നിലകൊണ്ടു. സന്തോഷത്തോടെ സധൈര്യം വിശ്വാസത്തെ കാത്തുകൊണ്ട് ജീവകിരീടം നേടിയെടുത്തു. വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ നമുക്ക് കടന്നു വരാം. പുറമേ നോക്കുമ്പോൾ യാതൊന്നിനും കുറവില്ലെങ്കിലും അഗ്നിപർവ്വതം പോലെ പുകയുന്ന മനസ്സുകൾ ഉണ്ടാകാം. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന അനേകം ജീവിതങ്ങൾ ഈ പ്രതികൂലങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. 145-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങൾ. നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട്. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ ആ വേദന ദൈവം അറിയും. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നീ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ദൈവം അറിയുന്നു. ദൈവമക്കൾക്ക് പരീക്ഷകളും ദുരിതങ്ങളും ഉണ്ടാകും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം അവനെ വിടുവിക്കും എന്നാണ് ദൈവ വാഗ്ദത്തം. അതിനാൽ കഷ്ടങ്ങളിൽ കണ്ണുകൾ മേലോട്ട് ഉയരട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. യിരെമ്യാവ് 31-16 വചനം. മരുഭൂമിയിൽ ദൈവകൃപ ഇറങ്ങിവരും. നിനക്കായി ദൈവം ഒരു ശുഭഭാവി ഒരുക്കുന്നുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോൾ ഓർക്കുക, നിനക്കായി ഒരു പദ്ധതി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ആ പദ്ധതി എന്തെന്നറിയാൻ ദൈവവുമായി ഒരു പൂർണ്ണ സംസർഗം വേണം. പൂർണ്ണതയോടെ അന്വേഷിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഇടയായിത്തീരും. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം 29-11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് നാനാവിധ പരീക്ഷകളും കഷ്ടങ്ങളും നേരിടേണ്ടി വരും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 16-33 വചനത്തിൽ പറയുന്നു. നമ്മുടെ സങ്കടങ്ങളെ സന്തോഷമാക്കുവാൻ നമുക്ക് കഴിയണം. കഷ്ടങ്ങൾ ദൈവം തന്നിരിക്കുന്ന വരങ്ങളാണെന്ന് കരുതി അവയെ സ്വീകരിക്കുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പരമോന്നത പദവിയിലേക്കെത്തും. പൗലോസ് ഈ പദവി നേടിയെടുത്തു. അതിനാൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29 വചനം. അതിനാൽ കാരാഗ്രഹത്തിൽ ജീവൻ നഷ്ടപ്പെടുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും പാട്ടുപാടി സന്തോഷിപ്പാൻ പൗലോസിന് കഴിഞ്ഞു. ആ പാട്ടുകൾ കാരാഗ്രഹ വാതിലിനെയും ചങ്ങലകളെയും അറുത്തുമുറിച്ചു. ജീവിതത്തിലെ പ്രതികൂലങ്ങളെ ദൈവീയ സ്തുതികൾ കൊണ്ടും ആരാധന കൊണ്ടും അറുത്തുമുറിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അങ്ങനെ ദൈവിക നന്മ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവം എന്നും കഷ്ടങ്ങൾ നൽകുകയില്ല. സന്ധ്യയെങ്കിൽ കരച്ചിലുണ്ടായി എന്ന് വരാം, എന്നാൽ ഉഷസ്സിൽ ദൈവം ആനന്ദഘോഷങ്ങൾ നൽകും. വാഗ്ദത്ത വചനങ്ങളിൽ വിശ്വസിച്ച് ജീവിതത്തെ മധുരമുള്ള ഗാനമാക്കി മാറ്റാം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. യിരെമ്യാവ് 31:3 മുതൽ 5 വരെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com